ഹലോ ഗായ്സ്, ഇപ്പോൾ കാണുമ്പോൾ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഗായ്സ് നമ്മളൊരു പുതിയൊരു ഗെയിമായിട്ടാണ് വന്നിരിക്കുന്നത്. മൈൻക്രാഫ്റ്റ് ജാവ എഡിഷൻ ആയിട്ട് നമ്മൾ ഇത്രയും ദിവസം മൈൻക്രാഫ്റ്റ് പോക്കറ്റ് എഡിഷൻ ആയിരുന്നു കളിച്ചിരുന്നത്. അപ്പോൾ ഒന്ന് ഗായ്സ് നമ്മളിന്ന് മൈൻക്രാഫ്റ്റ് ജാവ എഡിഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ സൗണ്ട് ചെറിയൊരു കുഴപ്പമുണ്ടാവും, പക്ഷേ ഞാൻ ഈ ലാപ്ടോപ്പ് കളിക്കുമ്പോൾ എൻ്റെ മൈക്കിഞ്ഞ് മുതൽ ഇങ്ങനെ ആക്കാരും. ക്ഷമിക്കണം ഗായ്സ്, അല്ലെങ്കിൽ ഈ ഹെഡ്ഫോണിൻ്റെ ഇത് ഇങ്ങനെ ആക്കാരും. അപ്പോൾ ഒരു ചെറിയൊരു മ്യൂസിക് ഉണ്ട്, ആ മ്യൂസിക് ഒന്ന് ഗായ്സ് ഓഫ് ആക്കട്ടെ. അപ്പോൾ നമ്മള് എടാ ആ റെഡി. അപ്പൊ ഗായ്സ് നമ്മൾ ഈ ലാപ്ടോപ്പിൽ ആദ്യമായിട്ടാണ് ഗായ്സ് നമ്മൾ മൈൻക്രാഫ്റ്റ് ജാവ എഡിഷൻ കളിക്കുന്നത്. ഇത് പിന്നെ ഒരു ഓൾഡ് വേർഷൻ ആണ്, 1.16 വേർഷൻ ആണ്. അപ്പോൾ ചെറിയ ചെറിയ കുഴപ്പമൊക്കെ ഉണ്ടാവും, ഒന്ന് ക്ഷമിക്കണം ഗായ്സ്. അപ്പൊ എന്തായാലും ഗായ്സ് നമുക്ക് എന്തായാലും ഒരു വീഡിയോ ഒക്കെ പോവാം. അപ്പോൾ നമുക്ക് എന്തായാലും ഗായ്സ് നമുക്കൊരു പുതിയ വേൾഡ് തുടങ്ങണം. അപ്പോൾ ന്യൂ വേൾഡ്, നമുക്ക് ഫസ്റ്റ് വേൾഡ് എന്നൊരു പേരിടാം ഗായ്സ്. ഫസ്റ്റ് വേൾഡ്. അപ്പോൾ ഗായ്സ് നമ്മളിതിൽ ചെറിയൊരു ടെക്സ്ചർ പാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. എന്താണ് BSLൻ്റെ ഒരു ടെക്സ്ചർ പാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് എന്തായാലും ഗായ്സ് തുടങ്ങാം. നമ്മളെ വേൾഡ് ഇത് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. അപ്പോൾ നമ്മൾ ഈ ലാപ്ടോപ്പിലൊക്കെ കളിക്കുക എന്ന് പറയണത്, പിന്നെ എനിക്ക് വലിയതൊരു പുറത്തല്ല എങ്ങനെ കളിക്കേണ്ടത്, എന്തൊക്കെ കൺട്രോൾ എന്നൊന്നും എനിക്ക് അറിയില്ല ഗൈസ്. അപ്പോൾ ഗൈസ് ഇതാ നമ്മളങ്ങനെ നമ്മളെ വേൾഡ് എത്തിയിരിക്കുന്നു. എൻ്റെ മോനെ, അതാണ് ഗൈസ് ഞാൻ പറഞ്ഞത്, സെറ്റ് ഗ്രാഫിക്സ് അല്ലേ ഗൈസ്. ഇതാണ് നല്ല സ്മൂത്തായിട്ട് ഗൈസ് നമുക്ക് കളിക്കാം. നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുന്നുണ്ടോ അറിയില്ല, ഇവിടെ ഒരു വെളിച്ചം, ഇതാണ് ഇതിൻ്റെ. പിന്നെ നിങ്ങൾക്ക് അറിയാം ഈ വാട്ടറിൻ്റെ ഒന്ന് കണ്ടാൽ മനസ്സിലാവും, നല്ലൊരു ഇതുണ്ട്, ടെക്സ്ചറിൻ്റെ ഇതുണ്ട് ഗൈസ്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ കൺട്രോൾ ചെറുതായിട്ട് മനസ്സിലായിരിക്കണം. അയ്യവാ എൻ്റെ മോനെ, നല്ല ഗ്രാഫിക്സ് അല്ലേ ഗൈസ്. അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് എന്തായാലും ഇനി തുടങ്ങാം. അയ്യവാ കുറേ ഇതുണ്ട്, ഞാൻ ഓരോന്നിന് പോയി നോക്കിയോക്കട്ടെ. എൻ്റെ അമ്മോ വലിയ ഇതല്ലോ, ഇതെന്താ സംഭവം? ഓ ഗൈസ് F1 നോക്കിയാൽ ഗൈസ് നമുക്ക് ഇതിങ്ങനെ ആവും. പിന്നെ F2 സ്ക്രീൻഷോട്ട് എടുക്കും ഗൈസ്. പിന്നെ F3 ഇത് മറ്റേ കോർഡിനേറ്ററാണ് ഗൈസ്. പിന്നെ F4 പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ F5 ഗൈസ് നമുക്ക് F5 ആയിട്ട് ഇങ്ങനെ നിൽക്കുക. വാടമോനെ സൂപ്പറായില്ലേ ഗൈസ്. അപ്പോൾ എന്തായാലും ഗൈസ് നമുക്ക് എന്തായാലും ഇന്ന് വേൾഡ് തുടങ്ങണം. അപ്പോൾ നല്ലൊരു സ്ഥലത്താണ് നമ്മൾ ഇതായിക്കോന്ന് തോന്നുന്നു. നല്ലൊരു സെറ്റ് ഗ്രാഫിക്സ് ആണ് BSLൻ്റെ ഷേഡർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ലിങ്ക് എന്തായാലും ഗൈസ് ഡിസ്ക്രിപ്ഷനിൽ എടുക്കാം. അപ്പോൾ അത് നോക്കി ഇൻസ്റ്റാൾ ചെയ്താലും മതി. പിന്നെ ഗൈസ് ഇത് ഫ്രീ കിട്ടിയതാണ്, കാരണം T ലോഞ്ചർ എന്ന് പറഞ്ഞാണ്ട്. ഗൈസ് വില്ലേജാ കാണുന്നു, എൻ്റെ മോനെ ഗൈസ് വില്ലേജ് കിട്ടി. നിങ്ങൾക്ക് പിന്നെ വേറെ ഒരു ടെക്സ്ചറൊക്കെ കണ്ടാൽ മനസ്സിലാവുക, മേഘങ്ങൾക്ക് ഇങ്ങനെ അനങ്ങുന്നുണ്ട്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഉണ്ട്. അപ്പം എന്തായാലും നല്ല സെറ്റ് ഗ്രാഫിക്സ് ഉള്ളൊരു BSL ഷേഡറാണ്, നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ വലിയ ലാഗിങ് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഗൈസ് നമുക്ക് വുഡുമ്പോൾ തുടങ്ങാം. നമ്മളെ ഫസ്റ്റ് വേൾഡാണ്, ആവും PC-യിൽ. എൻ്റെ മോനെ സെറ്റ് ഗ്രാഫിക്സ് ആണ് ഗൈസ്. എനിക്ക് പിന്നെ ചെറുതായിട്ടൊക്കെ കുറച്ച് കളിച്ചാൽ അറിയാം. നിങ്ങൾക്കിപ്പോൾ അത് ഈ മരൻ്റെ ഒരു ലീഫ് കണ്ടോ ആടി കളിച്ചാണ്, അതൊക്കെ അതിലുള്ളതാണ്. കുറച്ചൊക്കെ സെറ്റിങ്സ് അറിയാം. ഇതിലെന്താ ഞാൻ കുറേ പഠിച്ചങ്ങാണ്ടാണ് ഗൈസ് ഇതൊക്കെ വന്നിക്കുന്നത്. F1 നോക്കിയാൽ അതാ ഇങ്ങനെ ആവും ഗൈസ്. ഇതും കൊണ്ട് ഇങ്ങനെ വെക്കാനും വെക്കും ഗൈസ്. ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, നമ്മൾ മറ്റേ പോക്കറ്റ് എഡിഷനിൽ കളിക്കുമ്പോൾ ജാവ എഡിഷൻ ആയിട്ട് ഇങ്ങനെ കണക്റ്റിംഗ് ആണെന്ന് പറഞ്ഞത്, അതേപോലെയാണ് ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് തുടങ്ങാം. എന്തായാലും ഗൈസ് ഒരു ബോണസ് ആയിട്ടാണ് എനിക്ക് ഇത് കിട്ടിയിരിക്കുന്നത്, കാരണം നമ്മൾ എവിടെയാണോ ഇതായി അവിടെ തന്നെ ഉണ്ട് ഗൈസ് വില്ലേജ്. എന്തായാലും ഒരു സൂപ്പറായി. എന്തായാലും നമുക്ക് ഫുൾ വുഡ് എടുക്കാം. എൻ്റെ മോനെ നമ്മളടുത്ത് ഇപ്പോൾ 7 ഉണ്ട്, കുറേ എടുക്കാം നമുക്ക്, അതിനൊന്നും കുഴപ്പമില്ല. കാരണം ഇത് ഒരു വുഡൻ ഏരിയയാണ്, നമ്മളെ വേൾഡിൻ്റെ പോലെ. നമുക്ക് ഫുൾ വുഡ് എടുക്കട്ടെ എൻ്റെ മോനെ. ഇനിയിപ്പോൾ ഗൈസ് എങ്ങനെ ഇൻവെൻട്രി ഏറ്റല്ലേ, ഇൻവെൻട്രി ഗൈസ് കിട്ടി തന്നതാ എൻ്റെ മോനെ. ഇന്നെ തന്നെ നമ്മൾ ഈ മൗസ് കർസർമ തന്നെ ഇങ്ങനെ നോക്കുകയാണ് നമ്മളെ സ്കേവ്. അപ്പോൾ ഇത് കിട്ടൂലേ? ഇതുമ്പോൾ നോക്കി കിട്ടും ഗൈസ്. നിൽക്കുക ഗൈസ്, അഞ്ഞ് കിട്ടും. ഇനി ഇതെത്ര എണ്ണം കിട്ടുക? 44 വുഡ് കിട്ടിയേക്കണു ഗൈസ്.
നമുക്ക് അടുത്ത ഇത് വേണം, ക്രാഫ്റ്റിംഗ് ടേബിള്. പിന്നെ സ്റ്റിക്ക് വേണം. സ്റ്റിക്ക് ഒന്നുകൂടി ഉണ്ടായിക്കോട്ടെ. അയ്യോ, അവിടെ നമ്മളെ ക്രാഫ്റ്റിംഗ് ടേബിള്. ഇനി ഗൈസ് നമുക്ക് ആദ്യം തന്നെ സ്വാഡ് ഉണ്ടാക്കണം, പിന്നെ പിക്കാക്സ് ഉണ്ടാക്കണം, പിന്നെ ഇതുണ്ടാക്കണം. അത് മതി ഗൈസ്, അത്യാവശ്യത്തിനെല്ലാം കിട്ടിയേക്കണം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് മുറിച്ചാൽ നമ്മളെ പിക്കാക്സ് എടുക്കുക. ഓ ഗൈസ്, നമുക്ക് ഇത് പൈമ വെച്ചാൽ അങ്ങനെ ഉപയോഗിച്ചാൽ വെക്കുമല്ലോ തോന്നുന്നു. അയ്യോ, അത് പോയി. ചേട്ടത്തങ്ങനെ കിട്ടുക. പൊട്ടിക്ക് എന്നെ മോനെ. സീനില്ല ഗൈസ്, ഏകദേശം നമ്മളെ മറ്റേ വേൾഡിൻ്റെ ഏകദേശം പോലെ ഒരു ഇതൊക്കെ തോന്നുന്നുണ്ട് ഗൈസ്. പിന്നെ ഇവിടെ അടുത്ത് ഒരു നെതർ പോർട്ടൽ കൂടി ഉണ്ടാവേണ്ടതാണ്. കാരണം എന്താ പറയുക, വില്ലേജിലുള്ളടത്ത് എന്തായാലും ഗൈസ് നെതർ പോർട്ടൽ ഉണ്ടാവും. അപ്പോൾ നമ്മളിതാ വില്ലേജിലേക്ക് എത്തിയിരിക്കുന്നു. ഓ ഗൈസ്, ബ്ലാക്ക് സ്മിത്ത് ഉണ്ട് ഇവിടെ. എൻ്റെ മോനെ, ഇവിടെ നിന്ന് കിട്ടുന്ന ലൂട്ട് ഗൈസ് എന്തായാലും നമുക്ക് എടുക്കണം. ചേടാ ലൂട്ട് അവിടെ, ലൂട്ട്. ഓ ഗൈസ്, ഡയമണ്ടിൻ്റെ ആർമർ ഗൈസ്. എൻ്റെ മോനെ, ആപ്പിൾ എടുക്കും. ഇത്ര മതി. ഈ 2 കൂടി ഉണ്ടെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും കിട്ടിയിരുന്നു. ബ്ലാക്ക് സ്മിത്ത് ഉണ്ട്, പിന്നെ ലാവ ഉണ്ട് ഗൈസ്. എന്തായാലും സൂപ്പർ അല്ലേ. ഓ അയൺ കോളം, ഹായ്. ഇതെന്താ വള്ളത്തിൻ്റെ ഗ്രാഫിക്സ് എന്ന് പറയുന്നത് നല്ല സെറ്റാണ്. പിന്നെ ചെറിയ കുട്ടിയല്ലേ, ഇവിടെ ഒന്നുമില്ല. നമുക്ക് ഗൈസ് വില്ലേജ് കണ്ടോളാം. പിന്നെ ഫുൾ ലൂട്ട് എടുക്കാണ്ട് ഞാൻ വിടില്ല. ഹേബല് ഇത് ഫുഡ് എടുക്കട്ടെ ഗൈസ്. ഇതൊക്കെ റീസ്പോൺ പോലെ സെറ്റാക്കി. അല്ലെങ്കിൽ ഗൈസ് എവിടെയെങ്കിലും വെച്ച് കോഞ്ഞോടെ പിന്നെ പറയണ്ടല്ലോ. എന്തിനാ കണ്ടു കൊണ്ടുവന്ന് ഞാൻ പാവാ. ഓ ഗൈസ്, ഇവിടെ ഒരു പെട്ടി. ഓ എൻ്റെ മോൻ, ഇവിടെ ആപ്പിള് അവിടെ എടുക്ക്. ഇതെങ്ങനെ എടുക്കുക? ആപ്പിള് കിട്ടി, ബ്രെഡ് കിട്ടി, ബുക്ക് ഇരുന്നോട്ടെ. അല്ലെങ്കിൽ ഗൈസ് നമുക്ക് ഒരു പെട്ടി പൊട്ടിക്കാൻ ആവശ്യം ഉണ്ടാവും. ഇവിടെ ഒക്കെ എന്താ ചെറിയ വില്ലേജർമാരാലോ. എന്നാലും കുഴപ്പമില്ല, വള്ളത്തിൻ്റെ ഒരു കുറവില്ല. വള്ളമൊക്കെ ഇഷ്ടമാതിരി ഗൈസ്. എനിക്ക് പിന്നെ പറഞ്ഞല്ലേ കുറച്ചൊക്കെ കളിക്കാൻ അറിയാം. അതാണ് ഞാൻ ഒന്നുകൂടി എന്താ പറയുക, എന്തായിട്ട് കളിക്കണത്, നല്ലൊരു സ്മൂത്തിൽ കളിക്കണത്. ഞാൻ കുറേ വീഡിയോയിൽ കണ്ടിട്ട് വന്നതാണ്, അതാണ് ഒരു സ്മൂത്ത്. അയ്യോ, പൂപ്പടിതൊക്കെ ചെസ്റ്റ്. എൻ്റെ മോനെ, എത്ര വാട്ടർ ബക്കറ്റ് അത്. ഗൈസ്, ഇത് നല്ല ലക്കുള്ള വില്ലേജാണ്. എനിക്ക് തോന്നുന്നെങ്കിൽ ഈ ഒരു വേർഷനായിട്ടാണ്. ഞാൻ കുറേ വേർഷൻ ഇതിൽ കയറ്റിക്കണു. 1.20 ഇല്ലേ, അതൊക്കെ കയറ്റിക്കണു. പക്ഷെ ഒക്കെ ഒടുക്കത്തെ ലാഗിങ് ആണ്. ഞാൻ കളിച്ച് നോക്കിക്കണു, ജസ്റ്റ് ഒന്ന് കയറി നോക്കിയിട്ടുള്ളൂ, കളിച്ചറിയില്ലായിരുന്നു. പിന്നെ മെല്ലെ പഠിച്ചാണ്. അപ്പോൾ ഇവിടെ എന്തോ ചെസ്റ്റ് ഉണ്ട് ഗൈസ്. എൻ്റെ മോനെ, ഓ കോമ്പസ് ഗൈസ്. ഇവിടുന്ന് ആവശ്യത്തിനുള്ള എല്ലാം കിട്ടിക്കണു. എന്തായാലും സൂപ്പറായി. ഇനിയിപ്പോൾ ഇതെന്തോ ഒരു ടേബിളാണ്, കാറ്റോഗ്രാഫി ഇറങ്ങാണ്ട്. ഇനി എന്താണല്ലോ ഇവിടെ ചെസ്റ്റ് ഉണ്ടോ? ഓയ് അവിടെ ഒരു ചെസ്റ്റ് നല്ലൊരു വലിപ്പം തടിയും, നല്ല വലിപ്പം തടിയുള്ള ആ മറ്റേ പേര് തന്നെയാണ്. അവിടുത്തെ മറ്റേ കളഞ്ഞാൽ മതി എന്നുള്ളൂ. ചാടി നമുക്ക് തന്നെ എടുക്കാം ഗൈസ്, അതാ നല്ലത്. അയ്യോ, എൻ്റെ ഹെൽത്ത് പോയോ? ഗൈസ്, ഞാൻ വിചാരിച്ചത് മറ്റേതാണ്. എന്താ പറയുക, ആൾക്ക് മനസ്സിലാവില്ലല്ലോ. ഒരു സാധനം ഉണ്ടല്ലോ, ഈസി മോഡിലേറ്റാണ് ഗൈസ് ഇട്ടിക്കുന്നത്. എന്തായാലും ഞാൻ പീസ്ഫുൾക്ക് ഇടണം. എന്തായാലും ഗൈസ്, ഞാൻ എപ്പോഴും പീസ്ഫുൾക്ക് ഇങ്ങനെ ഇടുന്ന ചെയ്യണ്ട ഗൈസ്. ഞാൻ എന്തായാലും അത്രയും പേടിച്ചിട്ടല്ല, നമുക്ക് എന്തായാലും ഒക്കെ എടുക്കണം. പിന്നെ ഈശോടയ്യൊന്നുമോ എന്നാലും നിൽക്കുമല്ലോ അവർ. പക്ഷെ കുറേ വീഡിയോയിൽ കണ്ടിട്ടാണ് ഇങ്ങനെ നല്ലൊരു കോൺഫിഡൻസ് ആയിട്ട് കളിക്കുന്നത്. 1 2 3 4 ഇതുകൊണ്ട് ഫുള്ള് ഉണ്ടാക്കല്ലേ. നമ്മൾ ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ വെക്കുക. എന്താ ഗൈസ്, ബ്രെഡ് കുറേ ഉണ്ടാക്കാം. ഒക്കെ എടുത്തില്ലേ, ഇനി ഫുൾ നിൽക്കുക. എൻ്റെ മോനെ, 1 2 3 4 5 സ്റ്റാക്ക് ഉണ്ട് ഗൈസ്. എൻ്റെ മോനെ, സൂപ്പറായില്ലേ ഗൈസ്. അപ്പോൾ നമുക്ക് ഇതൊക്കെ അങ്ങോട്ട് വെക്കാം. ആവശ്യമുള്ള മാത്രം എടുത്താൽ മതി. നമുക്ക് ഇതും കൊണ്ട് ബ്രെഡ് ഉണ്ടാക്കാം. എത്ര ബ്രെഡാണ് കിട്ടുക അറിയില്ല ഗൈസ്. അടുത്ത് ഇതൊക്കെ വെയിൽ തന്നെ നമ്മളടുത്ത് തന്നെ ഇരുന്നോട്ടെ. ഓ സ്വീറ്റ് ഡ്രീംസ്. എൻ്റെ മോനെ, ഫസ്റ്റ് നൈറ്റാണ് ഗൈസ്.
അത് നമ്മളെ ജാവ എഡിഷനിൽ ഇതെന്താ സണ്ണാണ്. ഞാൻ എന്നിട്ട് എന്താ ചോദിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ അടുത്ത എന്ത് ചെയ്യാ, നമുക്ക് സ്റ്റോണ് പോയി എടുക്കണം. സ്റ്റോൺ ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഒരു ചെറിയൊരു കേവിൻ്റെ അടുത്ത് കണ്ടല്ലോ, അതാ ഗൈസ്. നമുക്ക് ഇവിടെ പോയി കൊണ്ട് സ്റ്റോൺ എടുക്കല്ലേ. ചേടാ ഇവിടെ ഇട്ടാണ് ഗൈസ്, നമുക്ക് കാണൂല. അതുകൊണ്ട് നമുക്ക് ഇവിടെ തന്നെ എടുക്കാം തൽക്കാലത്തിനല്ല ഗൈസ്. അത് കഴിഞ്ഞാൽ പിന്നെ ഒക്കെ നമ്മൾ സെറ്റായിരിക്കും. നമുക്കൊരു കുറച്ച് കോള് കിട്ടണം. സ്റ്റോണേജ് ഒക്കെ അതിൽ റെസിപ്പിയും പിന്നെ എല്ലാതുമായിട്ട് വരും ഗൈസ്. നമ്മുടെ അടുത്ത് ഇപ്പോൾ 12 ഇതുണ്ട്. എന്താ പറയുക, മറക്കുമല്ലോ. കോബിൾ സ്റ്റോണ്. ഇതും കൊണ്ട് നമുക്ക് എന്താണ് ഗൈസ് മറ്റേ ഇയാടെ എൻ്റെ വീടോ ഗൈസ്, എൻ്റെ വീടോ ചേടാ ഗൈസ്. ഞാൻ ഈ വീട്ടിൽ തന്നെ ഇറങ്ങിയത്. ആ വീടോ ചേടാ ഗൈസ്, എൻ്റെ വീട് പോയി. എന്താ ഈ വീട് അഞ്ചുണ്ട് അമ്മ, ഞാൻ പേടിച്ചു പോയി. ചേടാ ഒരു മാർക്ക് ചെയ്യണല്ലോ. വെറുതെ മാർക്ക് ചെയ്യാണ് ഗൈസ്, ഒന്നും വിചാരിക്കരുത്. കാരണം ഞാൻ അതതിൻ്റെ വീട് വിചാരിച്ചതേ. അപ്പോൾ അവിടെ നമ്മളപ്പോൾ കണ്ട സ്റ്റോൺ ഞാൻ എൻ്റെ അമ്മ ഒക്കെ മാർക്കുമല്ലോ. ചേടാ മറ്റേ ഉണ്ടാക്കിയില്ല. ടേബിള് സ്റ്റോൺ പിക്കക്സ് അവിടെ ഗൈസ്. സ്റ്റോൺ പിക്കക്സ് സോറി ഇത് കിട്ടിയില്ല. ഇത് ഉണ്ടാവണം തോന്നുന്നു. ഇപ്പോഴും ഇല്ലല്ലോ ഗൈസ്. അതാണ് സ്റ്റോൺ പിക്കാക്സ്. എൻ്റെ മോനെ സാധനം കിട്ടി ഗൈസ്, സാധനം കിട്ടി. ഗെറ്റിംഗ് ആൻഡ് അപ്ഗ്രേഡ്. നമ്മൾ ഗൈസ് അപ്ഗ്രേഡ് ആക്കിക്കൊണ്ടെന്ന് അറിയണം. എന്തായാലും ഗൈസ് നമ്മൾ ഈ ഒരു പിക്കാക്സിന് പണി കഴിയണവർ നമുക്ക് തൽക്കാലം ഇതുകൊണ്ട് ഉപയോഗിച്ചാൽ നമുക്ക് ഇവിടെ ഫുൾ ഇതാക്കാം. അങ്ങനെ ഒരു സ്റ്റാക്ക് കിട്ടിക്കണു. എന്താ നമുക്ക് വുഡ് സ്റ്റാക്ക് കിട്ടിക്കണു. നമ്മളെ ഹൗസ് അവിടെ അതാ. നമുക്ക് എന്താ കാട്ടുണ്ട് പറഞ്ഞാൽ 2 ഇതുണ്ടല്ലേ. അപ്പോൾ നമുക്ക് ഗൈസ് ഇതെടുക്കുക. പിന്നെ ഫേണസ് ഉണ്ടാക്കണം. 1 ഫേണസ് ഇട്ടുള്ളൂ. 2 കിട്ടും ഗൈസ്. പോയി നമുക്കിത് കൂടി എടുക്കാം. നമുക്കിത് ഇവിടെ വെക്കാം ഗൈസ്. അപ്പോൾ ഗൈസ് ഇതാ നമുക്ക് ഫേണസ് ഇട്ടിരിക്കണം. നമുക്ക് ഫേണസ് 1 2 ഇവിടെ വെക്കാം. അപ്പോൾ ഈ റൂം ഇത് ഫുള്ളും നിറഞ്ഞിക്കണു. അല്ലെങ്കിൽ നമുക്ക് ഇത് പൊട്ടിക്കഴിയുന്നില്ലേ ചേട്ടാ, ഞാൻ എന്താ ചെയ്ത്. അപ്പോൾ ഒക്കെ റെഡി ആയിക്കണു. ഞങ്ങൾക്ക് എന്താ വേണ്ട പറഞ്ഞാൽ ബോട്ട് നമുക്കൊന്ന് ചുറ്റി കറങ്ങണം. ഇവിടെ മൊത്തം നമ്മൾ വില്ലേജ് ഇട്ട് പോവില്ല ഗൈസ്. വില്ലേജിൽ തന്നെ നിന്നിട്ട് ഫുള്ളൊന്ന് കറങ്ങണം. എന്താ സംഭവം എന്നറിയില്ലല്ലോ. ഈ വില്ലേജ് എങ്ങനെയാണ് എല്ലാ രീതിയൊക്കെ നോക്കണം ഗൈസ്. നമുക്ക് ഫുഡിൻ്റെ കുഴപ്പമുണ്ടെങ്കിൽ ഇതൊക്കെ ഒരു ഫുഡാണ്. അല്ലെങ്കിൽ ഗൈസ് നമുക്കിത് ഇപ്പം തന്നെ കളക്ട് ചെയ്യാം. കാരണം ഇത് ഫുള്ളും ഫുഡാണ്. സ്പീഡിൽ പോ. എൻ്റെ മോനെ ഗൈസ് ഒരു രസമാണ്. കാരണം ഇത് ഫുള്ളും ഫുഡാണ്. അത് ചിലവർക്ക് അറിയില്ല, പക്ഷെ എനിക്ക് നല്ല അറിയാം. അയ്യോ മേലക്കോ. ഇത് ഗൈസ് ഒരു സ്റ്റാക്കിൻ്റെ കൂടുതലും കിട്ടും. അപ്പോൾ ഒന്നുകൂടി തന്നോ. പൊട്ടിക്ക് ടൂ. എൻ്റെ മോനെ ഫുഡിൻ്റെ ഒരു ഫൈറ്റാണ്. അപ്പോൾ ഗൈസ് നമുക്ക് കിട്ടണ പരമാവധി എടുക്കാം. നമുക്ക് കുറേ കിട്ടിക്കണു. എൻ്റെ മോനെ മഴ ആയിട്ടാണ് ഗൈസ് മേലെ നിൽക്കുന്നത്. ഞാൻ എന്ത് ചെയ്യുക, നമ്മളെ ബോട്ട് ഇവിടെ വെക്കുക. കയറി ഒന്ന് ഫുള്ള് മേലെ കയറട്ടെ. നമ്മളെ ഇൻവെൻട്രി എടുത്താൽ ഇതൊക്കെ മാറ്റി ഇവിടെ ഒക്കെ ഇങ്ങനെ നിറയാൻ പോവാണ് ഗൈസ്. അത് കുറേ ഗൈസ് ഇത് ഉണ്ടാക്കാൻ തന്നെ കുറേ കോള് വേണ്ടി വരും. പിന്നെ പറയല്ലോ, കാരണം ഇതൊക്കെ ചൂടാക്കി തിന്നുന്ന സാധനങ്ങളാണ്. നമുക്ക് വെറുതെ ഇങ്ങനെ ഞാൻ പറഞ്ഞാൽ തിന്നാൻ പറ്റൂല. അപ്പോൾ തന്നെ ഒരു സ്റ്റാക്കായി. നമുക്ക് ഇങ്ങനെ പോവാ ഗൈസ്. ഡ്രിഫ്റ്റ് അടിക്ക്. എൻ്റെ മോനെ ഡ്രിഫ്റ്റ് അടിച്ച് കണ്ട ഗൈസ് പോണ്. എൻ്റെ മോനെ എത്ര എണ്ണപ്പം കിട്ടി ഗൈസ്, കുറേ കിട്ടി. നമ്മൾ ഈ മൈൻക്രാഫ്റ്റ് ജാവ ഒക്കെ കളിക്കുമ്പോൾ കാണാം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ ഉണ്ടാവും. പക്ഷെ എന്താ അറിയില്ല, നമ്മൾ ഈ പോക്കറ്റ് എഡിഷൻ കളിക്കുമ്പോൾ അതിൽ കാണില്ല. ചേടാ ഇൻവെൻട്രി ഫുള്ളായി. ഇത് കൂടി ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, ഇത് കുറേ കിട്ടും. ഒക്കെ പൊട്ടിച്ചാൽ മതി. പക്ഷെ നമ്മളുടെ അടുത്ത് കോൾ എന്ന് പറഞ്ഞ സംഭവം ഇല്ല. അത് നമുക്ക് മൈനിങ് എടുക്കണം. അല്ലെങ്കിൽ ഗൈസ് വുഡ് ഉണ്ടല്ലോ, വുഡ് കൊണ്ട്
നമുക്കിത് ഉണ്ടാക്കാം. ഓ ഗായ്സ് ഞാനൊരു പൊട്ടന്. ഞാനിപ്പോഴാണ് അറിയണ വുഡ് കൊണ്ട് നമുക്ക് ഇതാക്കാന്ന്. എനിക്കിപ്പോഴല്ലേ ഓർമ്മ വരുന്നേ. ഇതൊക്കെ എടുത്തേക്ക് നമുക്ക് എത്ര കിട്ടിയെന്ന് പിന്നെ പറയണ്ടല്ലോ ഗൈസ്. കുറേ ഫുഡ് കിട്ടിക്കണു. എടാ അതെന്താ ഇങ്ങനെ കാടി കുലുങ്ങിയിട്ടാലോ പോണ്. അയ്യ ഒന്നുകൂടി ഡ്രിസ്റ്റ് അടിക്ക്. ആയിവ എല്ലാം കിട്ടി ഗൈസ്. ഞങ്ങൾക്ക് ഫ്യൂവലെല്ലാം ഉണ്ട്. ഫ്യൂവൽ എന്തായാലും ഗൈസ് നമുക്ക് പോയി കൊണ്ടുവരാം. അയ്യവ ഇപ്പം കുറേ ഉണ്ട് ഗൈസ്. നമുക്കിങ്ങനെ നിന്നാൻ വയ്ക്കൂല. നമ്മൾ കൂടോ അതാ നമുക്ക് എന്തായാലും ഗൈസ് ഫ്യൂവൽ എടുക്കണം. ഫുഡിൻ്റെ ഐറ്റംസ് ഒക്കെ പോട്ടെ. അപ്പോൾ ഗൈസ് നമ്മളെ ഫുഡിൻ്റെ ഐറ്റംസ് എൻ്റെ കയ്യിലൊന്നുണ്ടല്ലോ. അപ്പോൾ ഗൈസ് ഫുഡിൻ്റെ ഐറ്റംസ് അവിടെ അടിച്ചുക്കണം. നമുക്ക് ഫ്യൂവല് കാണുന്ന ഫ്യൂവല് നമ്മൾ അങ്ങോട്ട് പോകാൻ നിൽക്കുന്നു. അപ്പോൾ ഇവിടെ തന്നെ ഉണ്ട് ഗൈസ് ഫ്യൂവല്. ഇതിങ്ങനെ തന്നെ വെച്ചാൽ മതി ഗൈസ്. അപ്പോൾ തന്നെ കുറേ ഇതാവും. അല്ലെങ്കിൽ മറ്റേ ഓക്കാക്കിയിട്ട് വെച്ചാൽ മതി. ഇത് ഓക്കാക്കിയിട്ട് വെച്ചാലും മതി. ഇത് ഫുള്ള് ഞാൻ എടുക്കട്ടെ. ഞാൻ എന്താ കാട്ടണേ, ഇതെടുക്കും. ഫുള്ളും ഗൈസ് എടുക്കാം. ഇത് ഗൈസ് ഇതൊരു പാർട്ട് 1 ആണ്. നമ്മളെ മൈൻക്രാഫ്റ്റ് ജാവ കളിക്കണതിൻ്റെ ഒരു പാർട്ട് 1 ആണ്. പാർട്ട് 2 എന്തായാലും നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ വിടും. കാരണം നമുക്ക് പോക്കറ്റ് എഡിഷൻ കൂടി ഇതിൻ്റെ ഇടയിൽ കളിക്കണം. അപ്പോൾ ഫുൾ എടുക്കും. ഒന്നുകൂടി ഇത് കുറേ ഉണ്ടല്ലോ ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് ഫ്യൂവലും കിട്ടിക്കണം. നമുക്ക് എന്ത് ചെയ്യണം, ഫുഡ് ഉണ്ടാക്കണം. ഒരു സ്റ്റാക്ക് എടുക്കും ഇങ്ങോട്ട്. 1 2 അത് മതിയില്ല ഗൈസ്. ചിലപ്പോൾ എനിക്ക് ഫുള്ളാവില്ല. നമുക്ക് എന്ത് ചെയ്യാം, ഇതാക്കിയിട്ടില്ലല്ലേ ഗൈസ്, ഞാൻ മറന്നു. അയ്യവ 52 വുഡ് ഉണ്ട് ഗൈസ്. ഇത് നമുക്ക് ഫ്യൂവലായി വെക്കാം. പിന്നെ ഇത് അതിനെന്തായാലും കറക്റ്റ് ഉണ്ടാവും തോന്നുന്നു. ഉണ്ടായാൽ മതിയെന്നു. നമുക്ക് എന്തായാലും ഗൈസ് ഇതെടുത്തേക്കാം. അപ്പോൾ ഇതെന്താ ചേട്ടാ, എനിക്കിത് വേണ്ട. അപ്പോൾ എന്തായാലും ഗൈസ് ഇത്രയും സംഭവങ്ങളായിക്കണം. അപ്പോൾ ഇവിടെ ചെങ്ങാണ്ട് ഗൈസ് ഇനി വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇതൊരു പാർട്ട് 1 ആണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എന്തായാലും ഗൈസ് ഇവിടെ ചെങ്ങാണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടമായ ഗൈസ് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എന്തായാലും ഇതിൻ്റെ പാർട്ട് 2 നാളെ എന്തായാലും വരുന്ന കാര്യം. എന്തായാലും ഗൈസ് സബ്സ്ക്രൈബ് ചെയ്യാൻ ഇറക്കല്ലേ. എന്നാൽ ബായ്.